അകത്തേക്ക് പോയവരെ കാണുന്നില്ലല്ലോ. ഡോക്ടർ സംസാരിക്കാവും അവരോട്. എന്റെ ചക്കിമോളെ, ചേച്ചീനെങ്ങാനും ഇവിടെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ നമ്മള് കോളടിച്ചു. അതെങ്ങനെയാ ചേച്ചി? നമുക്ക് സ്കൂളിലോട്ടൊന്നും പോണ്ട, നമ്മള് ഹോസ്പിറ്റലിലാണെന്ന് പറയൂ. നമ്മൾ ഇവിടെ പെട്ടില്ലേ, നമ്മളെങ്ങനെ വീട്ടിൽ കൊണ്ടാക്കും അമ്മ? എന്തായാലും അമ്മനെ കാണുന്നില്ലല്ലോ. ഡോക്ടർ എന്തായാലും അഡ്മിറ്റ് ആക്കാൻ പറയും, അത് ഉറപ്പാ. നമുക്ക് നോക്കാം, അവര് പുറത്തേക്ക് ഇറങ്ങി വരണ വരെ. എന്തായാലും എന്റെ അഭിപ്രായത്തിൽ പറയുന്നത് വീട്ടിലേക്ക് പോണ്ട എന്നാണ്. 2 ദിവസം ഇവിടെ അഡ്മിറ്റ് ആയിക്കോളൂ. എന്തായാലും ഈ ആഴ്ചയിൽ തന്നെ ഡെലിവറി നടക്കുന്നതാണ് എന്റെ ഒരു ഉറപ്പ്. റിസ്ക് ഏറ്റെടുക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തൊക്കെ ചെയ്യാ? മോനോട് ചോദിച്ചോക്ക് അഡ്മിറ്റ് ആക്കട്ടെന്ന്. അവൻ ഡോക്ടർ എന്ത് പറയുന്ന ആ തീരുമാനം എടുത്താൽ മതി എന്ന് പറഞ്ഞിരിക്കണ ചേച്ചി. അപ്പൊ പിന്നെ നമുക്ക് അഡ്മിറ്റ് ആക്കാല്ലേ, വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. മോളെ അഡ്മിറ്റ് ആക്കല്ലേ, വീട്ടിലേക്ക് പോകണ്ടല്ലോ. വേണ്ടമ്മേ, നമുക്ക് അഡ്മിറ്റ് ആക്കാം, വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. അവിടെ പോയിട്ട് എങ്ങാനും വയ്യാതായ പെട്ടെന്ന് വണ്ടിയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായി എന്ത് ചെയ്യും? യെസ്, അതാണ് ഞാൻ പറഞ്ഞത്, വെറുതെ റിസ്ക് ഏറ്റെടുക്കണ്ടല്ലോ എന്ന്. അപ്പൊ പിന്നെ അഡ്മിറ്റ് ആക്കാം ഡോക്ടർ. ഓക്കെ, അപ്പൊ നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തിരുന്നോളൂ കേട്ടോ. നേഴ്സ് വന്നിട്ട് റൂമും കാര്യങ്ങളൊക്കെ തന്നോളും അവര്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. അമ്മേ, ഡോക്ടർ എന്ത് പറഞ്ഞു? ചേച്ചിനെ അഡ്മിറ്റ് ആക്കണം അവിടെ. ആ മോളെ, ഡോക്ടർ അഡ്മിറ്റ് ആക്കാനാ പറഞ്ഞത്, വെറുതെ റിസ്ക് ഏറ്റെടുക്കണ്ടല്ലോ. എന്തായാലും അഡ്മിറ്റ് ആക്കാം. എന്താടി, എന്നെ അഡ്മിറ്റ് ആക്കണോണ്ട് ഭയങ്കര സന്തോഷമല്ലേ രണ്ടാൾക്കും? അതൊന്നുമില്ല ചേച്ചി, കുഞ്ഞാവ വരാൻ പോണേന്റെ സന്തോഷാണ് ചേച്ചി. ആണോ? വാ, നമുക്ക് ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരിക്കാണോ? നമുക്ക് ഒരു റൂമൊന്നും തരില്ലേ? റൂം കുറച്ച് കഴിഞ്ഞ് തരും. ആ റൂമൊക്കെ സെറ്റ് ചെയ്തിട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വേണ്ട, ഞാൻ കുറച്ചു നേരം നടന്നോട്ടെ. വെറുതെ നടക്കണ്ട, അവിടെ ഇരുന്നൂടെ? ഇനി എന്തായാലും റൂം കിട്ടുമ്പോ അവിടെ കിടക്കാലോ കുറച്ചു നേരം. അപ്പൊ ഞാൻ നടക്കട്ടെ. മോനെ വിളിച്ചു പറയ്. അമ്മേ, അതിന് വേണ്ട, ഞാൻ തന്നെ വിളിച്ചു പറയാം. ഹലോ മോനെ. ഹലോ അമ്മ. മോനെ ഇവിടെ അഡ്മിറ്റ് ആക്കിട്ടോ. ശരി അമ്മ, അഡ്മിറ്റ് ആക്കിയോ? ഞാൻ എന്തായാലും ഇന്നെന്തായാലും ലീവ് എടുക്കാൻ പറ്റത്തില്ല. ലീവ് കിട്ടുമെന്ന് ചോദിച്ചു നോക്കട്ടെ. വേണ്ട മോനെ, 2 ദിവസം എന്തായാലും ഇവിടെ കിടക്കണം എന്നാ പറഞ്ഞത്. പിന്നീട് നോക്കാന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്തായാലും 2 ദിവസത്തിന് ലീവ് എടുക്കണ്ട, അത് കഴിഞ്ഞിട്ടുള്ള ലീവ് ചോദിച്ചാൽ മതി. ഓക്കെ അമ്മ. അവിടെ ആരൊക്കെ ഉണ്ട്? ഞാനുണ്ട്, പിന്നെ അനുന്റെ അമ്മ ഉണ്ട്. ഓക്കെ, ഞാനേ മുത്തശ്ശിയോട് അങ്ങോട്ട് വരാൻ പറയണോ? പറയാണെങ്കിൽ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ അനുന്റെ അടുത്ത് കൊടുക്കാം. ഹലോ ചേട്ടാ. എന്താണ്? അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞില്ലേ ഡോക്ടർ? ചേട്ടാ, ഡോക്ടർ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു. ചേട്ടൻ എന്നാ വരുന്നത്? എന്തായാലും ഞാൻ ലീവിന് കൊടുക്കാൻ 2 ദിവസം കഴിഞ്ഞാൽ ലീവ് കിട്ടുമെന്ന് നോക്കാം. ഓക്കെ ചേട്ടാ. എന്തായാലും റെസ്റ്റ് എടുക്കൂ, ശരീരം നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ ചേട്ടാ. ഓക്കെ, ബൈ. ഹലോ മോനെ, അനുന്റെ അമ്മയുണ്ട് ഇവിടെ, അന്റെ അമ്മയ്ക്ക് കൊടുക്കാം. ഹലോ മോനെ, ഞങ്ങൾ ഇവിടെ എന്തിട്ട് ആശുപത്രിയിലെ മോനെ ഒന്നും കൊണ്ട് മേടിക്കണ്ട. ശരി അമ്മേ, ഞാൻ എന്തായാലും 2 ദിവസം കൊണ്ട് ലീവ് കിട്ടുമെന്ന് നോക്കാം, എന്നിട്ട് വരാട്ടോ. ഓക്കെ. ഓക്കെ മോനെ, ശരി വെച്ചോ. ശരി മോനെ, എന്നാ വെച്ചോ. ഇങ്ങനെ ഒരു ചെക്ക്, അവൻ ആകെ ടെൻഷൻ ആവും. അനുമോൾ. സിസ്റ്റർ, ഞങ്ങളാണ്. റൂം നമ്പർ 34, അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് പോന്നോളൂ എല്ലാവരും. ശരി സിസ്റ്റർ. വാവ് ചേച്ചി, അടിപൊളി റൂമൊക്കെ ആണല്ലോ. അത് പറഞ്ഞത് കറക്റ്റാ, അടിപൊളി റൂം തന്നെ. ഇനി മോള് കുറച്ചു നേരം റെസ്റ്റ് ചെയ്തോട്ടോ. ചേച്ചി, ധൃതിയിൽ പോരണ വരെ ഞാൻ ഡ്രസ്സുകളൊന്നും എടുത്തില്ല, ഞാനത് വീട്ടിൽ പോയിട്ട് എടുത്തിട്ട് വരാം. അയ്യോ, നീ ഇവിടെ നിന്നോ, ഞാൻ എന്തായാലേ വീട്ടിലേക്കൊന്ന് പോകണം. ഇതുങ്ങളെ വീട്ടിലാക്കും വേണ്ടേ, ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം. അമ്മ പോവാണോ? മോളെ, പിള്ളേരുടെ വീട്ടിലാക്കും വേണ്ടേ, ഹോസ്പിറ്റലിൽ ഇങ്ങനെ നിൽക്കാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ മോളെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം. അമ്മ വേഗം വരാം. അമ്മേ, ഇപ്പൊ എന്തിനാ നമ്മള് പോകുന്നത്? ചേച്ചിനെ അഡ്മിറ്റ് ആക്കിക്കല്ലേ, അപ്പൊ നമ്മളിവിടെ വേണ്ടേ? നമ്മൾ വേണ്ട, ഞാൻ വേണം. നിങ്ങളെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കിട്ടേ വരും. ഇപ്പൊ ഞങ്ങളെ എന്തിനാ കൊണ്ടാക്കണത്? ഞങ്ങൾ ഇവിടെ നിന്നോണ്ട് എന്താ കുഴപ്പം? അമ്മ പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് പോരെ, ഞങ്ങൾ വരില്ല. പാറു, ഹോസ്പിറ്റലാട്ടാ, എന്റെ കയ്യിൽ നിന്ന് നല്ല അടിമേക്ക്. നീ മര്യാദക്ക് വീട്ടിലേക്ക് പോന്നേ. ഞാൻ വരില്ല, ഞാൻ എങ്ങനെയായാലും ഞാൻ വരില്ല. ഞാൻ അവിടെ തന്നെ നിൽക്കാം. എനിക്ക് കുഞ്ഞാവെ കണ്ടിട്ടേ ഞാൻ വരുള്ളൂ. ഞാനും കുഞ്ഞാവിനെ കണ്ടിട്ടേ വരുള്ളൂ. കുഞ്ഞാ ഇപ്പൊ തന്നെ വരില്ല, 2 ദിവസം പിടിക്കും. നിങ്ങൾ വീട്ടിൽ ഹോസ്പിറ്റലിൽ ഇവിടെ നിൽക്കാനൊന്നും പറ്റില്ല, പല അസുഖങ്ങളുള്ള ആൾക്കാരുള്ളതാണ്. അപ്പൊ പിന്നെ ചേച്ചി ഇവരൊക്കെ നിൽക്കുന്നതോ, ഇവർക്ക് അസുഖമൊന്നും പകരില്ലേ? അയ്യോ പാറു, നിന്നോട് വായിക്കാൻ എനിക്ക് നേരില്ല. നീ വീട്ടിൽ തന്നെ, സ്കൂളിലൊന്നും പോണ്ടേ? ഇന്നത്തെ സ്കൂളിൽ തന്നെ പോയി. ക്ലാസ്സിൽ പഠിക്കണമെന്നില്ലപ്പോ, ഇപ്പൊ പഠിപ്പിക്കണില്ല. സ്കൂള് തുറന്നല്ലേ ഉള്ളൂ, അടുത്ത ആഴ്ച മുതലൊക്കെ പഠിപ്പിക്കുള്ളൂ. നേരെ ചെവ്വേ ഇപ്പൊ തന്നെ പോണ്ട. അമ്മ പ്ലീസ് അമ്മേ, എന്റെ കയ്യിൽ നിന്ന് അടി പഠിക്കട്ടാ. മര്യാദക്ക് പോരുന്നുണ്ടാ? ചേച്ചി അമ്മനോട് ഒന്ന് പറ ചേച്ചി, ഇന്ന് പോണ്ടാന്ന്. ഞങ്ങളെ അങ്ങോട്ട് പറഞ്ഞേക്കല്ലെന്ന് പറ ചേച്ചി. ഞങ്ങൾ പിന്നെ പൊക്കോണ്ട്, ചേച്ചിയുടെ കുഞ്ഞാവിനെ കണ്ടിട്ട് ഞങ്ങൾ പൊക്കോണ്ട് ചേച്ചി. അമ്മനോട് ഒന്നും പറ, കൊണ്ടുപോവല്ലേന്ന്. എന്റെ പാറ്, ഇത് ഹോസ്പിറ്റലല്ലേ, ഇത് കുഞ്ഞു മക്കൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടല്ലേ പറയുന്നത് അമ്മ. നിനക്ക് സ്കൂളിൽ പോകണ്ടേ? സ്കൂള് തുറന്നതല്ലേ ഉള്ളൂ. ഇന്നിപ്പോ ലീവ് എടുത്തു, ഇനി നാളെ മറ്റന്നൊക്കെ ലീവ് എടുത്താൽ എന്താ ചെയ്യാ? മോള് പൊക്കോ, ഇപ്പൊ കുഴപ്പമില്ലേ ചേച്ചിക്ക്? എന്താ ചേച്ചി, അമ്മനോട് പോണ്ടെന്ന് പറ. ചേച്ചിയുടെ ആന്റി പോവാന്ന് പറഞ്ഞില്ലേ, ആന്റി പോയിട്ട്
ഡ്രസ് എടുത്തിട്ട് വരും. അമ്മനോട് പോണ്ടെന്ന് പറ ചേച്ചി, ഇവിടെ നിൽക്കാൻ പറ ചേച്ചി. പാറു എന്റെ കൈ നാട്ടി വെക്കട്ടെ, ഇങ്ങട് വന്നേ നീ. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാട്ടോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം ഡ്രസ് ഒക്കെ എടുത്തിട്ട്. ആ ശരി ചേച്ചി. നിങ്ങൾക്ക് എന്തെങ്കിലും ചായ എന്തെങ്കിലും വാങ്ങിച്ചു തരണോ? വേണ്ട, ഞാൻ ക്യാൻറ്റീനിൽ പോയി വാങ്ങിച്ചോണ്ട്. കണ്ടോ ആന്റി, ക്യാൻറ്റീനിൽ പോയി വാങ്ങിച്ചു വരുമ്പോ ഇവിടെ ആരും ഉണ്ടാവില്ലേ, എന്റെ ചേച്ചി തനിച്ചാവും. ഞാൻ ഇവിടെ തുണക്ക് നിന്നിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് ഒരു ഹെൽപ്പ് ആവില്ലേ? അയ്യോ എന്റെ പൊന്നു മോളെ, ഒരു ഹെൽപ്പും വേണ്ട. ഇവിടെ സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്, സിസ്റ്റേഴ്സിനോട് കുറച്ച് നേരം നിൽക്കാൻ പറഞ്ഞാലേ അവര് നിന്നോളൂട്ടാ. എന്റെ പൊന്നു മോളെ ഇത്ര റിസ്ക് എടുക്കണ്ട. വന്നാലും ഞാൻ അത് പോയെങ്കിലേ ഞാൻ ചായ വെച്ചെടുത്തിട്ട് പൊക്കോണ്ട്. എന്തേ വന്നേ വന്നേ, ഇനി കൂടുതൽ നിന്നാലേ സമയമില്ല. സ്കൂളിലും പോവില്ല, എന്റെ കൂടെ അപ്പൊ തന്നെ വന്നോളൂ 2 എണ്ണം. ശരി മോളെ, അമ്മ പോയിട്ട് വേഗം വരാട്ടോ. ശരിയൊക്കെ നോക്കണട്ടോ, റെസ്റ്റ് എടുത്തോ, ഒന്ന് കിടന്നോ കുറച്ച് നേരം. എത്ര നേരം നിൽക്കല്ലായിരുന്നു. ശരി അമ്മേ. അമ്മേ പെട്ടെന്ന് വരണേട്ടോ. ശരി മോളെ, പെട്ടെന്ന് വരാം. മോളെ അച്ഛനെ ഒന്ന് വിളിച്ചോട്ടോ, അച്ഛനൊന്ന് വിളിച്ച് പറഞ്ഞു അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടോ കേട്ടോ. ആ അമ്മേ, ഞാൻ വിളിച്ച് പറഞ്ഞോണ്ട്. ആ നടക്ക് മക്കളെ. പാറു ചേച്ചിക്ക് ടാറ്റ തരാല്ലേ? ടാറ്റില്ല ഞാൻ അപ്പൊ തരണത്. ഇനി ഞാൻ ഇങ്ങോട്ട് വരത്തില്ല. അതൊക്കെ അവള് ചുമ്മാ പറയുന്നതാ. ശരി മോളെ, അമ്മ പോയിട്ട് വരാം. ശരി എന്നാ. ആ ശരി. ലച്ചു ഇന്നെന്താ പാറു വരാഞ്ഞേ? പാറു ചേച്ചിയുടെ വീട്ടിൽ പോയിക്കാ. അനുചേച്ചിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണെന്ന്. അപ്പൊ പാറും പോയിട്ടുണ്ട്. അതെന്തിനാ അവള് പോയിക്കണത് ആശുപത്രിക്ക് ഡോക്ടറെ കാണിക്കാന്? അവള് ഞാൻ നിൽക്കുക ക്ലാസ്സിക്കൊന്നും വരുന്നില്ലേ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അവള് വരുവോ വരാതിരിക്കുക എന്തെങ്കിലും ചെയ്യട്ടെ. നിന്റെ ചേച്ചി പ്രഗ്നന്റാ? യെസ്, 9th month ആയി. ഓ, അപ്പൊ നിങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞു ബേബി വരുമല്ലോ? അതെ അതെ, ഞങ്ങളും അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്, കുഞ്ഞുവാവയെ സ്വീകരിക്കാനായിട്ട്. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. സൈലന്റ് ഞാൻ പറഞ്ഞിട്ടില്ലേ? എല്ലാവരും വന്നിട്ടില്ലേ? ആർക്ക് ലീവ് ഉണ്ട്? മിസ്സേ, പാറു ലീവാണ്. എന്താ പറ്റി? വന്നതിന്റെ പിറ്റത്തെ ദിവസം തന്നെ ലീവ് എടുക്കാനല്ലോ. ഇതെന്താ? ബോയ്സിന് ആരും കാണുന്നില്ലല്ലോ. പാറുവിന് പനിയാണ് മിസ്സേ. ഓ ഓക്കെ. ബോയ്സ് എന്തിയേ? ബോയ്സിനെ 5ാം ക്ലാസ്സിലെ മിസ് വിളിച്ചിട്ടാണ് പോയിക്കാ, ബെഞ്ചും ഡെസ്കും പിടിക്കാന്. സൈനമ്മ എന്താ യൂണിഫോം ഇടാത്തത്? പഠിച്ചോനെ ഇന്നെ പിടിച്ച്. ഇന്നലെ നല്ല മഴയല്ലേ, മഴയത്ത് യൂണിഫോം ഉണങ്ങണ്ടേ? ഉമ്മച്ചി ഉണങ്ങാട്ടുണ്ടായിരുന്നതാണ്, പക്ഷെ അത് നേരത്തെ വീണു, ആകെ വെള്ളായി. അതുകൊണ്ടാണ് ഇടാഞ്ഞത്. എന്തായാലും നാളെ ഇടാ. ആ ഓക്കെ. യൂണിഫോം ഒക്കെ എന്തായാലും കറക്റ്റായിട്ട് ഇടാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഇനി നാളെ മുതൽ നിങ്ങൾക്ക് ന്യൂ ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നില്ലേ ഇംഗ്ലീഷിന്റെ, ആ ടീച്ചറായിരിക്കും ക്ലാസ് ടീച്ചറായിട്ട് വരിക കേട്ടോ. ഹായ് കൂട്ടുകാരെ, വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ് ഷിഫ്ല, ഹായ് ഫാത്തിമ ദിയ, ഹായ് നിദ ഫാത്തിമ, ഹായ് ഫർഹ ഫാത്തിമ, ഹായ് റിയ, ഹായ് ആവണി, ഹായ് സന. അപ്പൊ എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. അപ്പൊ എല്ലാരും വീഡിയോ മറക്കാണ്ട് ഹൈപ്പ് ചെയ്യണേ. ലവ് യു ഓൾ.